ജനങ്ങളുമായി അകന്നാൽ ജനങ്ങൾ കൂടുതൽ അകലും. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കും. ജനങ്ങൾ വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ തോറ്റു എന്ന് പി ജയരാജൻ പറഞ്ഞതുപോലെ പറയേണ്ടി വരും. പ്രതിഭ MLA, കായംകുളത്തെ ജനങ്ങൾ താങ്കൾക്ക് വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് താങ്കൾ വൃത്തിയായി തോറ്റു. പ്രതിഭ മുൻ MLA എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം മുൻ MLA ഇക്കുറി തോറ്റത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് വലിയ പഠനമൊക്കെ നടത്തി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി, കായംകുളം ഏരിയ കമ്മിറ്റി ഒക്കെ തന്നെ ചേർന്ന് സ്വരാജൊക്കെ പങ്കെടുത്ത യോഗമാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ പറയുന്നത് പ്രതിഭ MLA ഒരു വലിയ ഫാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി. KGF എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ പൂർണ്ണരൂപം അറിയില്ല. എന്തായാലും ഈ KGF വഴി കുറേ ആളുകളെ കൂട്ടച്ചേർത്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലുള്ള ആളുകളെ മാത്രം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച അതിലുള്ള ആളുകളുമായി മാത്രം കോണ്ടാക്റ്റ് ഒക്കെ ചെയ്ത് ഉള്ള ഒരു പ്രവർത്തനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതായത് പ്രതിഭ എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ ബിംബമാണ്, വലിയ ഇമേജറിയാണ്. അപ്പം ഇവർ വലിയ സുന്ദരിയാണ്, അവർ ഒരുപാട് ഫാഷനബിളായ ഒരു വസ്ത്രങ്ങൾ ധരിക്കുന്ന വ്യക്തിയാണ്, അതുപോലെ തന്നെ സമൂഹത്തിലൊക്കെ തന്നെ വലിയ മാന്യതയൊക്കെയുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഇവരെ പാടി പുകഴ്ത്തുന്നവരെ മാത്രം കൂടെ ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ കായംകുളത്തെന്നല്ല ഒരിടത്തും ജയിക്കില്ല. ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പ്രതിഭയ്ക്ക് ഇല്ലാതെ പോയി എന്നതാണ് സത്യം. കഴിഞ്ഞ ദിവസം സുധാകരനെ കുട്ടിച്ചാത്തൻ എന്നൊക്കെ സംബോധന ചെയ്യുന്നത് കണ്ടു. സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചു. അദ്ദേഹത്തിന് കായംകുളത്തും മറ്റ് മേഖലകളിലും നമുക്ക് സ്വാധീനമുണ്ട്. അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു പ്രതിഭയ്ക്ക് വോട്ട് ചെയ്യരുത് എന്ന് വിളിച്ചു പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. അവർ ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യട്ടെ. സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്ത് ആയ ശേഷം അദ്ദേഹം ആ പാർട്ടിക്ക് എതിരെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യം മാത്രമാണ്. കാരണം CPM-നെ LDF-നെ തോൽപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. അത് സാധിക്കുകയും ചെയ്തു. അദ്ദേഹം കുട്ടിച്ചാത്തനോ വലിയ ചാത്തനോ എന്ത് ചാത്തനുമാകട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൃത്യമായി ചെയ്തു. അത് തീർച്ചയായിട്ടും പ്രതിഭയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ടാകണം. മാത്രമല്ല, ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതെ, ജനങ്ങളോട് ഒപ്പം നിൽക്കാതെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ MLA എന്ന ലേബൽ മാത്രം കൊണ്ട് ഒരുങ്ങിക്കെട്ടി മേക്കപ്പും ഇട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് തിരുവനന്തപുരത്ത് നിയമസഭയിൽ പോയിരിക്കുകയും തിരിച്ചു വരികയും വീട്ടിൽ ഇരിക്കുകയും അതുപോലെ തന്നെ ഇവരുടെ ഫാൻ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളുകളുടെ മാത്രം വിവാഹത്തിനും മരണത്തിനും മറ്റ് ചടങ്ങുകൾക്കുമൊക്കെ പോവുകയും ചെയ്തു പ്രതിഭ എന്നുള്ളതാണ് ഇപ്പോൾ CPM കായംകുളം ഏരിയ കമ്മിറ്റിയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് എല്ലായിടത്തും തോറ്റത്. ജനങ്ങളിൽ നിന്നകന്നു. അതാണ് അടിസ്ഥാനം. ജനങ്ങളെ വെറും കൃമികീടങ്ങളായി കണ്ടു. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി അത് ചെയ്യാതിരുന്നാൽ ജനങ്ങൾ പിന്നെ വോട്ട് ചെയ്യുമോ? ഇതൊരു ജനറലായിട്ടുള്ള കാര്യമല്ലേ? ഇതൊരു പൊതുകാര്യമല്ലേ? ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ MLA ആയത്. നിങ്ങളെ MLA ആക്കി തിരഞ്ഞെടുത്തത്. അതിലിപ്പോൾ പ്രതിഭാഹരി ആയാലും അല്ലെങ്കിൽ പ്രതിഭയായാലും ആരായാലും ശരി. അവരുടെ മുൻ ഭർത്താവിൻ്റെ പേരാണ് ഹരി എന്നുള്ളത്. അദ്ദേഹം മരിച്ചുപോയി. പ്രതിഭാഹരി എന്നായിരുന്നു മുമ്പ് പേര്. ഇപ്പോൾ പ്രതിഭ എന്നേ ഉള്ളൂ. അപ്പം ഈ പ്രതിഭയായാലും ശരി, ഏതൊരു വ്യക്തിയായാലും ശരി, ഇത്തരത്തിൽ ജനങ്ങളോട് അകന്നു കഴിഞ്ഞാൽ, ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, സ്വന്തം കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഫാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തോറ്റു തുന്നാൻ പാടും. അത് പുതിയൊരു കാര്യമൊന്നുമല്ല. അതിന് സുധാകരൻ കുട്ടിച്ചാത്തനാകണമെന്നോ ഒന്നുമില്ല. പിന്നെ ആലപ്പുഴ ജില്ലയിലെ തന്നെ CPM-കാർ ഒരുപാട് പേർ പ്രതിഭയ്ക്കിട്ട് പാരവെച്ചു എന്ന് പ്രതിഭ പറയുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി അടക്കം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളടക്കം പാരവെച്ചു എന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കാം. കാരണം പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം ഉള്ളത് അല്ലെങ്കിൽ വിഭാഗീയതയുള്ള ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ. എന്തായാലും ജനങ്ങൾ വോട്ട് ചെയ്യാഞ്ഞിട്ടാണ് നിങ്ങൾ തോറ്റത്. നിങ്ങൾ ഫാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഫാൻ ഗ്രൂപ്പുമായി ഇനി കുറച്ചു കാലം ഒന്ന് ഇടപഴകി നോക്കുക, അല്ലെങ്കിൽ ഫാൻ ഗ്രൂപ്പുമായി മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധാരാളം ഫാൻസ് ഉണ്ടാകും. ആ ഫാൻസൊക്കെ തന്നെ നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഫാൻസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഫാൻസ് ഗ്രൂപ്പിൽ അംഗമായവർ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. കായംകുളത്തെ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ സാധാരണ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളും സാധാരണക്കാരായ CPM പ്രവർത്തകരും പ്രതിഭയെ സപ്പോർട്ട് ചെയ്യുകയുമില്ല, ചെയ്തില്ല എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണല്ലോ, പ്രകടമായ ഉദാഹരണമാണല്ലോ തോറ്റത് കണ്ടത്. അപ്പം ഇനിയും ഈ ഫാൻ ഗ്രൂപ്പുമായി മുമ്പോട്ട് പോവുക. എന്തായാലും ഒരു നേരം പോക്കായി. ഇലക്ഷൻ തോറ്റു, വേറെ ജോലിയൊന്നുമില്ല. പാർട്ടിയിൽ നിന്ന് ഏതാണ്ട് അകന്നു നിൽക്കുന്ന അവസ്ഥയാണ്, ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഫാൻ ഗ്രൂപ്പും ഇൻസ്റ്റാ പോസ്റ്റും മറ്റു കാര്യങ്ങളും FB ഗ്രൂപ്പ് പോസ്റ്റും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും പ്രതിഭയ്ക്ക് മുമ്പോട്ട് പോകാം. എല്ലാ ആശംസകളും.